എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു ബ്യൂട്ടി കണ്ടന്റ് വീഡിയോ ചെയ്തിട്ട്. അത് ഞാൻ 1-2 വീഡിയോസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് അതൊന്ന് പോസ്റ്റ് ചെയ്യാത്തത്. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നല്ല പേരുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണതും ഫേഷ്യൽ ചെയ്യണതും പെഡിക്യൂറും മാനിക്യൂറും അങ്ങനെയൊക്കെ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നല്ല പേരുകേട്ട ഒരു പാർലറുണ്ട്. അപ്പം അതിൽ പോയിട്ട് ഞാൻ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല പണി കിട്ടി. എൻ്റെ മുഖത്തെല്ലാം തുരുതുരുന്ന് ഫുള്ള് കുരു വന്നു. ആക്ച്വലി ഞാനൊരു വൈറ്റമിൻ സിയുടെ ഫേഷ്യൽ ചെയ്യാനായിരുന്നു പോയത്. പക്ഷെ അവരവരുടെ സ്പെഷ്യൽ ഫേഷ്യലാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് പിന്നെ ചെയ്യാനായിട്ട് അത്ര താല്പര്യം ഉണ്ടായില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലാത്തൊരു ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ കുഴപ്പമില്ല, ചെയ്ത് നോക്കാം, നല്ല പേരുള്ള പാർലറാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് ചെയ്തു. പക്ഷേ ചെയ്തത് ചിലപ്പോൾ എനിക്ക് ആ ക്രീം പിടിക്കാതെ വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അവർ ഫേഷ്യൽ ചെയ്തത്, അവിടുത്തെ എനിക്ക് ചെയ്ത് തന്ന സ്റ്റാഫ് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ശരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അതിനകത്ത് എങ്ങനെയാണ് നമ്മളൊരു ക്ലീനപ്പ് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫേഷ്യൽ ചെയ്യണത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എത്ര നേരം എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ വീഡിയോ കാണുന്നവർക്കും അതൊരു പക്ഷെ അറിയായിരിക്കും. പക്ഷേ ഈ കുട്ടി ചെയ്തത് ഭയങ്കര മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പുള്ളിക്കാരത്തിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ ആരെങ്കിലും ഒക്കെ വീഡിയോസ് ഇങ്ങനെ ബ്യൂട്ടീഷ്യന്മാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി ചെയ്ത് കൊടുക്കും അത് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാനൊക്കെ പാർലറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ജോലി ചെയ്യുമ്പം വളരെ ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 100% റിസൾട്ടും അവർക്ക് കിട്ടണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെയാണ് ഞാൻ എത്ര ടയേർഡായെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യണത്. അപ്പോൾ ആ കുട്ടി എനിക്ക് ചെയ്തപ്പോൾ സ്റ്റീമൊക്കെ ജസ്റ്റ് സ്റ്റീമർ അങ്ങ് വെച്ചു. എന്നിട്ട് 1 മിനിറ്റ് പോലും ആകുന്നതിന് മുന്നേ പുള്ളിക്കാരി അതിൻ്റെ പരിപാടികളൊക്കെ തീർത്തു. അപ്പോൾ തന്നെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് പറയാനൊന്നും നിന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇനി അവർക്കൊരു ഇത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ഒരു പുതിയ പാർലറിൽ പോകാതെ എപ്പോഴും നമ്മളൊരു പാർലറുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാക്കുക. അപ്പം അവിടുത്തെയുള്ള സ്റ്റാഫും ഇപ്പം അവിടെ ഓണേഴ്സൊക്കെ അവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ആയാലും സ്റ്റാഫൊക്കെ ആയാലും അവർ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകും. എപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഞാൻ വർക്ക് ചെയ്ത പാർലറിൽ പോയിട്ടാണ് ഞാൻ എപ്പോഴും ഫേഷ്യൽ ചെയ്യാറ്. അപ്പം ഞാൻ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കല്യാണമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്വന്തം പാർലർ എന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോഴും അവിടെ പോകാറുണ്ട്. എപ്പോഴും അതുപോലത്തെ പാർലറാണ്. അവിടെ പോയിട്ട് ഞാൻ പേൾ ഫേഷ്യൽ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ടായിരുന്നു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയോട് വിളിച്ച് പറയുകയും ചെയ്തു, ചേച്ചി പേൾ ഫേഷ്യൽ ചെയ്തിട്ട് ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ എന്നൊക്കെ. അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കുറേ പാക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ കുരു ഇപ്പോൾ ഒരുമാതിരിയൊക്കെ അങ്ങ് കുറഞ്ഞു എൻ്റെ മുഖത്തുനിന്ന്. അപ്പം ഇന്ന് ഞാൻ ഒരു സ്ക്രബ് വിത്ത് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇടയ്ക്കൊക്കെ നമ്മുടെ മുഖം ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് വിത്ത് സ്ക്രബ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നത് കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ആട്ടപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖത്തേക്കും നെക്കിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പാകത്തിനുള്ള ആട്ടപ്പൊടി എടുക്കണം. ഇനി അഥവാ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ബേസനില്ലേ, കടലമാവ്, അതായാലും എടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് തൈര് ഇതിലേക്ക് എടുത്തു കൊടുക്കണേ. ആ തൈരിനകത്തുള്ള വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, നല്ലതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ മഞ്ഞപ്പൊടിയാണ്. അത് ഒരു 1-2 പിഞ്ച് മാത്രം മതി കേട്ടോ. മറ്റേ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്
കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഒരു കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞ് ഓറഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് പിഴിഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയേ. ഞാനിതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ ഒരു 10 ഡ്രോപ്പ് മാത്രം മതി കേട്ടോ. ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഒരു 10 ഡ്രോപ്പ് മതി, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയേ. ഒരുപാട് ഓയിൽ വേണ്ട. ഇനി നിങ്ങളുടെ മുഖം ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ഡ്രോപ്പ് നാരങ്ങാനീര് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണേ. ഇത് കണ്ടോ, നമ്മൾ എപ്പോഴും ഫേസിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ കഴുത്ത് വൈഡായിട്ടുള്ള ഒരു ഉടുപ്പിടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഫേസിന്റെയും നെക്കിന്റെയും കൂടെ കളർ ഒരുപോലെ വരാനായിട്ടാണ്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ നെക്കിലേക്കും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് കണ്ടോ, ഞാനൊരു ടീഷർട്ടായത് അതിന്റെ ആ നെക്ക് ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇച്ചിരി വൈഡാക്കി എടുത്തിരിക്കുന്നതാണ് ഇത്. അതിനുശേഷം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തേക്കും അതുപോലെ നെക്കിലേക്കും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഫേസിലേക്കും നെക്കിലേക്കും ഒക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ 2 കൈകൾക്കും കൂടെ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാജിങ് വീഡിയോസ് ഒക്കെ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഒന്ന് പഠിക്കണത്, സ്വന്തമായിട്ട് നമ്മുടെ മുഖം എങ്ങനെ മസാജ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാനും ക്ലീനപ്പ് ചെയ്യാനും ഓയിൽ വെച്ചും ക്രീം വെച്ചും ഒക്കെ നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്യാനായിട്ട് അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചു വെക്കണത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് ഒരു 1 മിനിറ്റ് കംപ്ലീറ്റ് നന്നായിട്ട് ഒരു മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ആദ്യം നമുക്ക് നമ്മുടെ കവിളേന്ന് സ്റ്റാർട്ട് ചെയ്യാം. കവിളേന്ന് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോസിലേക്ക് ഇങ്ങനെ നോസിന്റെ സൈഡുകൾ ഇങ്ങനെ മസാജ് ചെയ്യുക. അതിനുശേഷം നോസിന്റെ ഈ കോർണർ ഭാഗം 2 മൂക്കിന്റെ സൈഡുകളും ഇങ്ങനെ മസാജ് ചെയ്യുക. അതിനുശേഷം മൂക്കിന്റെ പാലം ഒന്നിങ്ങനെ മസാജ് ചെയ്യുക. പിന്നെ ടിപ്പ് മസാജ് ചെയ്യുക. അങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ നെറ്റിയിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. നെറ്റി മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പലരും മറന്നു പോകുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗം. ഇവിടെയൊക്കെ നമ്മൾ പ്രായമാകുന്ന സമയത്ത് കൂടുതൽ നമ്മുടെ പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ എപ്പോഴും മുഖം വാഷ് ചെയ്യുന്ന സമയത്തായാലും ഇതുപോലെ മസാജ് ചെയ്യുന്ന സമയത്തായാലും ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെയാണ് ഇത്. അപ്പം ഇവിടെ നന്നായിട്ട് നമ്മൾ നെറ്റി മസാജ് ചെയ്യുന്ന കൂടത്തിൽ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഈ സൈഡിലേക്കും എല്ലാം ഇങ്ങനെ മസാജ് ചെയ്യാം. നെറ്റി മസാജ് ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ ലിപ്സിന് ചുറ്റും മസാജ് ചെയ്യലുണ്ടോ ഇങ്ങനെ ലിപ്സിന് ചുറ്റും ഇങ്ങനെ 2 രീതിക്ക് നമുക്ക് മസാജ് ചെയ്യാം. അതിനുശേഷം ലിപ്സിന്റെ ഈ സൈഡുകളും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ചിന്നുകള് നമ്മുടെ ചിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് സിസേഴ്സ് മസാജ് എന്ന് പറയും. ഇത് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിന്ന് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നമ്മുടെ നെക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നമ്മുടെ നെക്കിന്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെവിയുടെ സൈഡും കൂടെ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ 2 ഫിംഗർ വെച്ചിട്ട് ചെവിയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ആ കൂടത്തിൽ നമ്മൾ നമ്മുടെ ചെവിയും കൂടെ ഒന്ന് മസാജ് ചെയ്യണം. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ചെവിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് കളറും മുഖത്തിന് നല്ല ബ്രൈറ്റ് കളറും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ക്രീം തേക്കുമ്പോഴും ഇതുപോലത്തെ ഫേസ് പാക്കുകളും മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവി പ്രോപ്പറായിട്ട് നമ്മൾ മസാജ് ചെയ്തൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ കാര്യങ്ങളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ഈ മസാജിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കവിള് ഫുള്ള് ഒന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫുള്ള്
ഫുള്ള് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് ഫുള്ളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതുപോലെ തന്നെ നമ്മൾ ഐസ് മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റിംഗ് ഫിംഗർ വെച്ചിട്ട് വേണം ഐസ് മസാജ് ചെയ്യാനായിട്ട്. ഐസ് മസാജ് ചെയ്യുന്ന സമയത്ത് കണ്ണിങ്ങനെ അടിച്ചു പിടിച്ചിട്ട് ഇതാ ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ പ്രായമായി വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ലൂസായി വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഈ പ്രഷർ പോയിന്റിലൊന്ന് ഇങ്ങനെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുരികം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുക. അതുപോലെ പുരികം ഇങ്ങനെ പിഞ്ച് ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം. പിന്നെ ഈ പുരികത്തിന്റെ നടുഭാഗം നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഐസ് മസാജ് ചെയ്തു, നോസ് മസാജ് ചെയ്തു, ലിപ്സ് മസാജ് ചെയ്തു, ചിന്ന് മസാജ് ചെയ്തു, ചീക്ക് മസാജ് ചെയ്തു, ചെവിയുടെ പുറകും ബാക്കും ഒക്കെ മസാജ് ചെയ്തു, നെക്കിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നമ്മൾ മസാജ് ചെയ്ത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്ന സമയത്തും നമ്മൾ പ്രോപ്പറായിട്ട് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ പാക്ക് വെറുതെ ഇടുന്നതിലും ഒരു ഇരട്ടി റിസൾട്ട് നമുക്ക് തരും. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ബാക്കി ഈ പാക്കുള്ളതുണ്ടല്ലോ കുറച്ചൊന്ന് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. ഒരുപാട് കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് വെക്കരുത്. ഒരുപാട് കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. അപ്പൊ ഒരുപാട് കട്ടിയായിട്ട് വെക്കരുത്. നമ്മൾ മസാജ് ചെയ്തപ്പോൾ നമ്മുടെ മുഖത്ത് നിന്ന് എവിടെയെങ്കിലും ഒക്കെ ക്രീം കുറേശ്ശെ പോയിട്ടുണ്ടാവില്ലേ, അപ്പൊ അവിടെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് നന്നായിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നാൽ മതിയേ, ഒരുപാട് നന്നായിട്ട് ഉണങ്ങണ്ട. ഇനി നമ്മൾ പതുക്കെ നമ്മുടെ ഈ ഫിംഗർ കൊണ്ട്, ഒരുപാട് ടൈറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പതുക്കെ നമ്മുടെ ഫിംഗർ കൊണ്ട് ഫുള്ള് നമ്മുടെ ഈ ഫേസ് പാക്ക് അങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ഫേസില് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആവട്ടത്. ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മുഖമൊക്കെ ഇപ്പം നല്ല ക്ലീൻ ആയില്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ മുഖം എന്തോരം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആഴ്ചയിൽ 1 ദിവസം നമ്മൾ വേറെ സ്ക്രബ് ഒന്നും ചെയ്യാൻ പറ്റൂലാത്തവരാണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 1 ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം അതിനുശേഷം നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസർ, ഞാൻ എൻ്റെ സ്ഥിരം മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം അലോവേരയുടെ ജെല്ലും കൂടെ ചേർത്തിട്ടാണ് അപ്ലൈ ചെയ്യണത്. അപ്പം ഞാൻ ഇന്നും അതുപോലെ തന്നെ എന്തോരാണ് നമ്മൾ മോയ്സ്ചറൈസർ എടുക്കുന്നത് അതിൽ കുറച്ച് കുറവായപ്പോഴും നമ്മൾ അലോവേര ജെല്ല് എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഖം കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം അതിനുശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലേക്കും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നമ്മുടെ മുഖത്തേക്കൊന്ന് വലിഞ്ഞതിന് ശേഷം വേണം, 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് വലിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി സൺസ്ക്രീനും കൂടി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കും കൂടെ ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ പോവുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ പോരാ, ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. പിന്നെ നമ്മൾ അത്യാവശ്യം എക്സസൈസുകളൊക്കെ, ഇപ്പോൾ ജിമ്മിൽ പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ റെഗുലറായിട്ട് ജിമ്മിൽ പോണ ഒരാളല്ല. ഞാനിപ്പോൾ 1 വർഷം കൂടിയിട്ടാണ് ഞാൻ ജിമ്മിൽ രണ്ടാമത് ഇപ്പോൾ ജോയിൻ ചെയ്തത്. ഇപ്പോൾ രണ്ടാമത് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓർത്ത് ഇന്ന് ഞാൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിലും റെഗുലറായിട്ട് ഞാൻ വീട്ടിൽ അത്യാവശ്യം ഒരു മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ നേരം ഞാൻ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യും. ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഞാൻ സ്കിപ്പിംഗ് ആണ് ചെയ്യാറ്. അങ്ങനെ കുറച്ച് എക്സസൈസുകൾ, ഞാൻ എന്റേതായ കുറച്ച് എക്സസൈസുകളുണ്ട് വീട്ടിൽ ചെയ്യണത്. അപ്പൊ അതൊക്കെ ഞാൻ റെഗുലർ ആയിട്ട് ഞാൻ മുടക്കാതെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഞാൻ റെഗുലർ ആയിട്ടൊന്നും പോകില്ല. ചിലപ്പോൾ 2 മാസം അടുപ്പിച്ച് പോകും, ചിലപ്പോൾ 1 മാസം പോകും, പിന്നെ 1 മാസം സ്കിപ്പ് ചെയ്യും, പിന്നെ അടുത്ത മാസം പോകും. അങ്ങനെയൊക്കെയാ. എങ്ങനെ തന്നെ ആയിരുന്നാലും ഞാൻ വീട്ടിൽ ഇരിക്കണ സമയത്താണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ചെയ്യാറുണ്ട്.
അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത് നമ്മളെ കൂടുതൽ സുന്ദരികളായിട്ടിരിക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം.